ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നു. കടയിൽ പോയി വന്നിട്ട് വേണം, തവ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ അതേ കടയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് 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 പറ, ഹായ്. കുഞ്ഞാവ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് കടയിൽ പോയി വരട്ടെ. അപ്പൊ കടയിൽ പോയി വന്നു കേട്ടോ. മാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ ഞാനേ കടയിലേക്ക് പോകുന്ന വഴിയുള്ള തൊട്ടടുത്തൊരു ഫ്രൂട്ട്സ് കട ഉണ്ട്. അവിടെ നോക്കിയപ്പോൾ നല്ല മാമ്പഴം കണ്ടു കേട്ടോ. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട് ഉച്ചത്തേക്ക്. അപ്പൊ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഉപ്മാവും പഴവും ഉണ്ടാക്കാം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തൈര് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർന്ന് എടുക്കാണ്. അത് വാങ്ങിച്ച് കുറച്ച് ഭദ്രാവതി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പഞ്ചസാരയുണ്ട്. പിന്നെ കെട്ടിത്തന്നെ പിന്നെ അലക്കുന്ന ലിക്വിഡ് ഏകദേശം 10 മണിയോടെ എടുക്കാറായിട്ടുള്ളൂ. വേഗം ഉപ്പുമാവ് ഉണ്ടാക്കുക. അതിന് മുമ്പ് കിറ്റാറ്റാണ് വാങ്ങുന്നത്. ഒന്ന് പൊട്ടിച്ച് കഴിക്കാൻ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാൻ പോകാം. ഒരു കിറ്റാറ്റ് വാങ്ങിയിട്ട് വീഴേ ഒന്ന് വീഴും. അവിടെ ഇരുന്നോമാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടാ. അവിടെ ഇരുന്നോട്ടാ. കുഞ്ഞാവാ അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ഒഴുങ്ങൊക്കെ നല്ലോണം നോക്കി എല്ലാവരും പോകുന്നത്. ഉപ്പുമാവായിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് കഞ്ഞിക്കുള്ള വെള്ളം ഇടാനുള്ള കലമുട്ട, കഞ്ഞിക്കുള്ള കലമുട്ട അരി ഇടാനുള്ള വെള്ളം നല്ല ലിറ്റമാണ്. മഞ്ഞത്തലത്തില് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സംഭവമില്ലേ നല്ല മൊരിഞ്ഞിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അരി ഇടാൻ വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അരി കഴുകിയിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി തിളച്ച് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ നോക്കാം. മാമ്പഴം ഇതാണ് എന്റെ അമ്മക്കറിയും. സൂപ്പറാണല്ലോ.
ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടുപ്പിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ചൂടല്ലേ ഈ ഉള്ളി തിളച്ചു ഞാൻ അടുപ്പ് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. വാർക്കട്ടെ. വാർത്തിട്ടു. പിന്നെന്താ നമ്മൾ ഡിസേബി റെഡി ആയിട്ടുണ്ട്. ഈ കടത്തുള്ളി ഒന്ന് കഴുകിട്ടിട്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ജോലികളെല്ലാം അവസാനിച്ചിട്ടോ. ഇന്നത്തെ ജോലികൾ തുറന്ന് അലക്കാനുള്ളൂ. അത് വൈകുന്നേരം പിന്നെ കുറച്ച് കഴിയുമ്പോൾ മിഷ്യത്തിലിടുള്ളൂ. കഴിവ് പാടില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് അലക്കാൻ പറ്റില്ല. മിഷ്യത്തിലിടും. പിന്നെ ഈ ഊണ് കഴിക്കണം. പിന്നെ വൈകുന്നേരത്തേക്ക് കാപ്പി ഉണ്ടാക്കണം. പിന്നെന്താ പാലും കൂടി തിളച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടോ. തുണി ഇറക്കാനുണ്ട്. അത് കൈ പാടില്ലാത്തതുകൊണ്ട് വിഷയത്തിലിടുള്ളൂ. പിന്നെ ഊണ് കഴിക്കണം. വൈകുന്നേരം കാപ്പി ഉണ്ടാക്കണം. പിന്നെന്താ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് 4 മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യണം. കുറേ ദിവസമായി എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് വീഡിയോ എടുക്കും. പക്ഷേ ഞാൻ വൈകുന്നേരം വീട്ടിൽ വരും. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തും. വീഡിയോ എടുക്കും. പക്ഷെ അത് മോൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എനിക്കത് എഡിറ്റ് ചെയ്യാനും പിറ്റേ ദിവസം രാവിലെ പോകണമല്ലോ ഹോസ്പിറ്റലിൽ. എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇത് 4 മണിക്ക് മുമ്പ് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. ഞാൻ ഉറങ്ങുന്നു കേട്ടോ.